ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യാഴ്ച പിന്നിടുന്നതിന് മുൻപ് തന്നെ ബിഗ് ബോസിനെതിരെ സമരവുമായി ബിഗ് ബോസ് മത്സരാർത്ഥി. ബിഗ് ബോസ് തന്നെ പരിഗണിക്കുന്നത് വരെ ബിഗ് ബോസ് വീട്ടിൽ കയറില്ല എന്ന ദൃഢപ്രതിജ്ഞയുമായി ബിഗ് ബോസ് വീടിന് പുറത്തിറങ്ങിയതാണ് ഇന്നലെ. ഇന്ന് ഭക്ഷണം ഉൾപ്പെടെ കഴിക്കുന്നത് ബിഗ് ബോസ് വീടിന് പുറത്തിറങ്ങി തന്നെയാണ്. ഭക്ഷണം കഴിക്കാൻ പോലും ബിഗ് ബോസ് വീടിനുള്ളിൽ കയറില്ല എന്ന ദൃഢനിശ്ചയവുമായി കാത്തിരിക്കുകയാണ് ഒരു മത്സരാർത്ഥി. കാര്യങ്ങൾ ഏതാണ്ട് ഇങ്ങനെയാണ്. ജാൻമണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസ് വീട്ടിൽ കാര്യമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങളും ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിട്ടുമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ജാൻമണി വിഷയത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുകയും അതിനെ തുടർന്ന് ഈ സീസണിലെ ജിൻഡോയും സിജോയും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. ശക്തമായ തർക്കം ഉണ്ടാകുന്നതിനിടയിൽ സിജോ ജിൻഡോയുടെ ശരീരത്തിൽ സ്പർശിച്ചു. പരസ്പരം ഉന്തും തള്ളും ഉണ്ടായി. ഈ സമയത്ത് ജിൻഡോയുടെ കൈക്ക് മുറിവ് പറ്റി എന്നാണ് ജിൻഡോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ അസോൾട്ടിനെതിരെ ശക്തമായ നിയമ നടപടികൾ ബിഗ് ബോസ് എടുക്കണം എന്ന ആവശ്യവുമായിട്ടാണ് ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്നത്. ബിഗ് ബോസ് വീടിന്റെ പുറത്തുള്ള ഗാർഡൻ ഏരിയയിലാണ് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയതും ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ചിലവഴിക്കുന്നതും. ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും ബ്രേക്ക്ഫാസ്റ്റ് പോലും വീട്ടിനുള്ളിൽ പോയി കഴിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പകരം വീട്ടിലുള്ള ചിലർ ഭക്ഷണം കൊണ്ടുവന്ന് പുറത്തെത്തിച്ചു കൊടുത്ത് അദ്ദേഹം കഴിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഈ നടന്ന തർക്കങ്ങളിലെല്ലാം ശരീരത്തിൽ പരസ്പരം തൊട്ട് സംസാരിക്കുന്ന രീതി പല മത്സരാർത്ഥികൾക്കും ഈ സീസണിൽ കാണുന്നുണ്ടെങ്കിലും സിജോയ്ക്കും ജിൻഡോയ്ക്കും ഇടയ്ക്ക് നടന്ന തർക്കത്തിനുള്ളിൽ അവർ രണ്ടുപേർക്കും ഇടയിലുണ്ടായ ബോഡി കോണ്ടാക്റ്റിനിടയിൽ ഇങ്ങനെ ഒരു മുറിവ് പറ്റാൻ തക്ക ഒരു സാഹചര്യം ഉണ്ടായതോ ഇല്ലയോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഏതായാലും ആ മീറ്റിംഗും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഇത് വളരെ ശക്തമായിട്ട് ഉന്നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുറിവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എങ്ങനെയാണിത് സംഭവിച്ചതെന്നോ എന്തുകൊണ്ടാണിത് സംഭവിച്ചതെന്നോ വ്യക്തത വരേണ്ടതുണ്ട്. അതേസമയം ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ജിൻഡോ സംസാരിക്കുന്ന ചില വാചകങ്ങൾ പലപ്പോഴും ബിഗ് ബോസിന്റെ വാണിങ്ങിനും ശക്തമായ ശകാരത്തിനുമൊക്കെ കാരണമാകാറുണ്ട്. കഴിഞ്ഞ ദിവസം കൺഫെഷൻ റൂമിൽ ഇത്തരത്തിലൊരു ശക്തമായ വാണിംഗ് ഉണ്ടായിരുന്നു. അത് യമുനയുമായി സംസാരിക്കുന്നതിനിടയിൽ ബോഡി ഷോയെക്കുറിച്ച് യമുനയോട് നടത്തിയ ചില പരാമർശങ്ങളെ കുറിച്ചായിരുന്നു. എന്നാൽ അത്തരം പരാമർശങ്ങൾക്കെതിരെ ബിഗ് ബോസ് ശക്തമായ നടപടികൾ എടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തന്റെ പരാതിയിന്മേൽ ബിഗ് ബോസിന് ഒരു ഉത്തരം പറഞ്ഞുകൂടാ എന്ന ഒരു ചിന്തയും ഒരുപക്ഷെ ജിൻഡോയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കാരണമാകും. മറ്റൊരു കാര്യം, ഒരു ബോഡി ബിൽഡറായ തന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജിമ്മനായ തന്നെ മറ്റൊരു വ്യക്തി ഉപദ്രവിക്കുന്നു, ദേഹോപദ്രവം ചെയ്യുന്നു എന്നത് ഒരു തരത്തിൽ അതൊരു ഈഗോ പ്രശ്നം കൂടിയാണ്. അതും ഒരുപക്ഷെ ജിൻഡോയെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. ഏതായാലും ജിൻഡോ ഒരു മറുപടി ലഭിക്കുന്നത് വരെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറില്ല എന്ന ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ്. ഈ കലാപരിപാടികൾ ആരംഭിച്ചപ്പോൾ ഒരുപക്ഷെ രതീഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതുപോലെ ഏതാനും സമയം കഴിയുമ്പോൾ തിരിച്ചു കയറുമെന്ന് പലരും പ്രതീക്ഷിച്ചു കാണും. എന്നാൽ ജിൻഡോ ഏതായാലും ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറയൂ.